ഞങ്ങൾ പോയിട്ട് വരാം. ഞങ്ങളിന്ന് അന്നാരായിരുന്നു പോവാണ്. അപ്പോൾ അത് അമ്മ ഉണ്ടാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. അതാ ഇറങ്ങാൻ നിൽക്കണ്ട. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. അത് ആദ്യം എല്ലാവരും കിട്ടാ. അപ്പോൾ എല്ലാവരോടും ഓക്കെ പോയി. അപ്പോൾ അവിടെ വെള്ളം കയറിയെന്ന് പറയുന്നുണ്ട്. ഒന്ന് പോയി നോക്കട്ടെ എന്നാലും. അപ്പോൾ ഞങ്ങൾ ബേക്കറി ആണ് കയറി. അപ്പം അമ്മ വിളിച്ചിരുന്നു അവിടെ വെള്ളം കയറി പറഞ്ഞിട്ട് കേക്കൊക്കെ കൊടുത്തില്ല. അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കട്ടെ. ബേക്കറിയൊക്കെ വാങ്ങി സാധനങ്ങളൊക്കെ വാങ്ങിയതാ ഞങ്ങളിതാ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇനി തിരൂർ ഭാഗത്ത് ഇടയ്ക്ക് വെള്ളം കയറിന് അവിടെ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിപ്പോൾ വരുന്ന വഴിക്ക് പയ്യനങ്ങാടി പയ്യനങ്ങാടി റോഡ് സൈഡിൽ ഷോപ്പുകൾക്കും മുന്നിലും എല്ലാത്തിനും മുന്നേ റോഡിൻ്റെ വക്കിനൊക്കെ നല്ല വെള്ളം കയറിയിരിക്കുന്നു കേട്ടോ. പരന്ന് കിടക്കുകയാണ്. കടകൾക്കൊക്കെ കയറി തന്നെയാണ് വെള്ളം കിടക്കുന്നത് കേട്ടോ. പിന്നെ പാടുണ്ട് നമ്മുടെ മുട്ടിപ്പടിൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ടുള്ള പാടുണ്ട്. അവിടേക്ക് തന്നെ നല്ല വെള്ളം നിൽക്കുക കേട്ടോ. പാടും തോടും റോഡൊക്കെ കൂടി ഏതാണ്ട് കുറേ ലെവലിലായി തുടങ്ങിയിട്ടുണ്ട്. വെള്ളം നിറയേണ്ടത് പിടിച്ചെടുക്കാൻ കഴിയാത്തൊരു സംഗതിയുള്ളത് എല്ലാം കയറിയിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും പ്രതീക്ഷയിലും അപ്പുറം കേട്ടോ എല്ലായിടത്തും വെള്ളം കണ്ടത്. ആദ്യം എന്ന് പറഞ്ഞാൽ വല്ലാതെ ഒന്നുമില്ലായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ വിചാരിച്ച മാതിരിയൊന്നുമില്ല. വെള്ളം അവിടെയും ഇവിടെയും ഒന്നും ഒഴുകാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ താഴെപ്പാലം എത്തിയിട്ട് താഴെപ്പാലത്ത് നിന്ന് നമ്മളെ ഗ്യാസ് റോഡുണ്ട് കേട്ടോ. പരവട്ടിക്ക് പോകുന്ന ആദ്യത്തെ റോഡാണ്, ഫസ്റ്റ് റോഡാണിത്. ആ ഫസ്റ്റ് റോഡിൽ തന്നെ ഒരു എങ്ങനെയായാലും ഒരു മുട്ടിൻ്റെ മേലേക്ക് വെള്ളം, വണ്ടിയൊക്കെ എങ്ങനെയായാലും ഇഞ്ചിൻ്റെ ഭാഗമൊക്കെ വെള്ളം കയറാൻ പറ്റിയ ലെവലുള്ള വെള്ളമായിട്ട് രണ്ട് റോഡും, ഗ്യാസിൻ്റെ റോഡും പിന്നെ അതേമാതിരി ലെഫ്റ്റ് സൈഡിൽ നിന്നൊരു നല്ല ഒഴുകി വരേണ്ട ഒരു സൈഡിൽ നിന്നിട്ടാ. കാരണം ഈ റോഡ് ഈ നീളം കാണുന്ന റോഡ് തന്നെയാണ് നമുക്ക് പോകാനുള്ളത്. കാരണം ആ റോഡിൽ മൊത്തത്തിൽ വെള്ളം കയറി കിടക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കയറി പറഞ്ഞാൽ കുറച്ചൊന്നുമല്ല കേട്ടോ. എല്ലായിടത്തും ഭയങ്കര ഒഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സെറ്റപ്പ് ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ആ റോഡിന് പോകാൻ കഴിയില്ല എന്നുണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഭാര്യൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഓട്ടോൻ്റെ ആളുണ്ട്. അപ്പോൾ അവിടെ വന്നു പോയത്. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നെങ്ങാണ്ട് നേരെ ഇവിടേക്ക് വന്നിട്ടാ. നമ്മളെ പൂങ്കോട്ടോളം വന്നാൽ പൂങ്കോട്ടോളത്തിൻ്റെ അവിടെ നിന്നുള്ള റോഡിൽ എല്ലായിടത്തും വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു നായുണ്ട് പേടിച്ചാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഞങ്ങളതിനെ മാറ്റിയാണ്ട് പതുക്കെ അങ്ങനെ പോയിട്ട്, കാരണം റോഡ് സൈഡിൽ തെരുവോര കച്ചവടക്കാർക്കും എല്ലാവർക്കും ഒരു ഭീഷണിയാണ് ഈ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴും. അങ്ങനെ ഇവിടെ നമ്മുടെ തുഞ്ചൻപറമ്പ് എത്തുന്നതിൻ്റെ മുന്നുള്ള ഭാഗത്തൊക്കെ പലയിടത്തായിട്ട് വെള്ളം നല്ല കയറിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും മൊത്തത്തിലൊരു ഭയങ്കര ഇതാണ്, എല്ലാം കൊണ്ടും അത് ബാധിക്കുന്നറിയാം മഴ. അങ്ങനെ അപ്പോൾ നമ്മളെ ഈ തുഞ്ചൻപറമ്പിൻ്റെ അടുത്തെത്താനായി. അവിടെയും എല്ലായിടത്തും ഉണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ അംശം, എല്ലായിടത്തും ഉണ്ട്, ഒരു കമ്മിയില്ല കേട്ടോ. നമ്മൾ പോകുന്നിടത്തൊക്കെ ഭയങ്കര ഇതാണ്. നമ്മൾ തുഞ്ചൻപറമ്പ് ഇട്ട് തുഞ്ചൻപറമ്പ് എത്തിയപ്പോൾ തുഞ്ചൻപറമ്പിൻ്റെ അവിടെ നിന്ന് പിന്നെ എന്താ വെച്ചാൽ നമുക്ക് പോകുന്ന റൂട്ടിൽ വല്ലാതെ വെള്ളമില്ല ആ റൂട്ടിന്. കാരണം എന്താ വെച്ചാൽ കൂടുതലായിട്ടൊന്നും വെള്ളമില്ല. ഇനി നമുക്ക് രണ്ട് വളവ് കഴിഞ്ഞിട്ട് ഏറ്റിക്കടവ് പാലെത്തുന്നതിന് മുന്നേ റൈറ്റിക്കാണ് നമുക്ക് തിരിയല്ല കേട്ടോ. ഓരോ വീട്ടിലേക്ക് രണ്ടാമത്തെ റോഡ് വരുന്നത് ഏറ്റിക്കടവ് പാലത്തിൻ്റെ അവിടെ നിന്ന് റൈറ്റിക്കുള്ള റോഡാട്ടോ. അപ്പോൾ ആ റോഡിന് കയറുമ്പോൾ എന്താ വെച്ചാൽ അവിടെ ഒന്നും വല്ലാതെ വെള്ളം കാണില്ല. മറ്റുള്ളിടത്തൊക്കെ പോകുമ്പോൾ നല്ല വെള്ളം കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പാലം പോകുന്നതിന് മുന്നേ പാലത്തിൻ്റെ അടിയിൽ എങ്ങനെ വെള്ളം, പുഴയിൽ എങ്ങനെ വെള്ളം ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ടാട്ടോ വന്നത്. പുഴയിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല നിറ കവിഞ്ഞൊഴുങ്ങി നിൽക്കുക കേട്ടോ. പുഴ എല്ലാവരും ഉണ്ട് കേട്ടോ. നല്ല കുത്തി ഒഴുകി കലങ്ങി വന്നതാണ് പുഴേൻ്റെ സൈഡൊക്കെ എന്നുണ്ടെങ്കിൽ. അത്യാവശ്യം വെള്ളം തന്നെ നല്ല വെള്ളം ഉണ്ട് കേട്ടോ. ഒരു കുറവില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതാണ് നമ്മുടെ ഷിയാബുദങ്ങൾ, ലെഫ്റ്റ് സൈഡ് കാണാൻ ഷിയാബുദങ്ങൾ ഹോസ്പിറ്റലാണ്. നമ്മൾ തിരിച്ച് വന്നുകൊണ്ട് തിരിച്ചു പോയി വന്നു. കാരണം വെള്ളം ഈ സൈഡത്തതും കൂടി എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് കണ്ടിരിക്കുന്നത് നമ്മൾ ഏറ്റിക്കടത്തെ പുതിയ പള്ളി കേട്ടോ. നല്ല സെറ്റപ്പ് ആയിട്ട് സൈഡൊക്കെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ JCBയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. നല്ല സെറ്റപ്പായിട്ട് പള്ളി നല്ല സൂപ്പറായിട്ട് കാണാൻ തന്നെ എന്ത് രസമുണ്ടായിരുന്നു അവിടെ. പഴയ കഥ ഞങ്ങൾ പള്ളീൻ്റെ അടുത്തെത്തിയപ്പോൾ അതിൻ്റെ ഒരു വ്യൂ നോക്കി കേട്ടോ. അങ്ങനെ പള്ളീൻ്റെ അടുത്ത് വൃത്തിയാക്കാൻ പുഴയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി വന്ന JCBയും കാര്യങ്ങളൊക്കെ ഉണ്ടത്. വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന JCBയാണ്. അങ്ങനെ പുഴയൊക്കെ ഒരു ഇതൊക്കെ അവരെ കൊണ്ട് വൃത്തിയാക്കണമാരൊക്കെ ഒരു വൃത്തിയാക്കിയിട്ടുണ്ട്. നല്ല സെറ്റപ്പ് ആക്കിയിട്ട് പുഴയൊക്കെ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടുന്നതിനനുസരിച്ച് അവർക്ക് വർക്ക് എടുക്കാൻ കഴിയാത്തൊരു പ്രതിസന്ധി ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കരയ്ക്ക് കയറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരിടത്ത് ഒന്നും മറ്റൊരിടത്ത് 2 JCB, മൊത്തത്തിൽ 3 JCBയോളം ഉണ്ട് കരയ്ക്ക്. ഇറ്റാച്ചി കേട്ടോ. ഇറ്റാച്ചി 120 ലെവലിലുള്ള ഇറ്റാച്ചിയാണത്. നമ്മൾ മണ്ണൊക്കെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി കിടന്ന് മണ്ണൊക്കെ മാന്തുന്ന ഒരു ടൈപ്പാണ്. ഇതാണ് നമ്മുടെ പള്ളി, ഏറ്റിക്കടവ് പള്ളി. കാരണം നല്ല രസമുണ്ട് കാണാൻ, സൂപ്പറായിരിക്കുന്നു. അങ്ങനെ പോണ വഴിയിലൊക്കെ വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകട്ടോ. ഇവിടെ വീട്ടിലേക്ക് പോകുന്നവരുടെയും വീട്ടിൽ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ മുത്തുവാക്കാൻ്റെ വീട്ടിലാണ് വണ്ടി എടുത്ത് കേട്ടോ. നമ്മൾ കൈജാത്തൻ്റെ വീട്ടിൽ. കാരണം എന്താ വെച്ചാൽ ആടെ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി അവിടെ റോട്ടുമ്പോൾ നിർത്തേണ്ടി വരും. കാരണം അവിടെയൊക്കെ വെള്ളം കയറി കിടക്കണം. അങ്ങോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് കൈജാത്തൻ്റെ വീട്ടിലാണ്. കൈജാത്താൻ്റെ ഇവളെ ചെറുപ്പം തൊട്ടേ ജനിച്ച് വളർന്നത് ഇവരെ വീട്ടിൽ തന്നെ ഇട്ടാണ്. ഇവരെ കൂടെ നിന്നും ഭക്ഷണം കഴിച്ചും ഇവരെ കൂടെ നിസ്കരിച്ച് അങ്ങനെയൊക്കെ കഴിച്ച് വളർന്നൊരു കുട്ടിയാട്ടോ അവൾ. അപ്പോൾ എന്താ വെച്ചാൽ ഇവർക്ക് ഭയങ്കര കാര്യമാണ് ഇവളെല്ലാവർക്കും കേട്ടോ അവരാ വീട്ടിൽ. കാരണം അവരെ ഒരു കുടുംബങ്ങളെ പോലെ കഴിഞ്ഞതാണ്. അത്രയും
സന്തോഷമായിട്ട് കഴിഞ്ഞൊരു കുടുംബമായിട്ട് അവർ. പിന്നെ ഇപ്പം എല്ലാം കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹായിക്കണം കേട്ടോ പരസ്പരം ഇവർ. ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇത് വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ നോക്കുമ്പോൾ ഇതാണ് ഇത് അവസ്ഥ. മൊത്തത്തിൽ വെള്ളം കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത കോലത്തിലായി കിടക്കുകയാണ് വീടിൻ്റെ മുൻവശം. ഇത് നമ്മൾ ചെന്നപ്പോൾ കുറച്ച് കമ്മിയാണെങ്കിലും പിന്നെ നമ്മൾ രാത്രിയൊക്കെ ആയപ്പോഴേക്കും കയറി പിന്നെയും പൊന്തി ഒരുപാട് പൊന്തി കേട്ടോ. കുറച്ചൊന്നുമില്ല, അത്യാവശ്യം നല്ല പൊന്തിയിട്ടുണ്ട് വെള്ളം. പിന്നെ വെള്ളത്തിൽ കളിക്കാനെന്ന് വെച്ചാൽ ആദ്യമോൻ അവിടെ ഉണ്ട്, പിന്നെ ഒരു സ്കൂട്ടർ ഉണ്ട് കേട്ടോ അവിടെ ആക്റ്റീവ്. അത് സ്റ്റാർട്ടാവാത്ത പ്രശ്നം വീലൊക്കെ ജാമായതുകൊണ്ട് അവിടെ കിടക്കണം. എന്നിട്ട് ഞാനും ശിവലും കൂടി തള്ളി കൊണ്ടുപോയിട്ട് അവിടെ റോട്ടുമ്പോൾ കൊണ്ടുപോയിട്ട് കേട്ടോ, കാരണം അത് ജാമായി കിടക്കുമ്പോഴും. പിന്നെ ഇതിൽ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ അപ്പൂൻ്റെ മീനൊന്നായിട്ട് ഇതേമാതിരി ഒരു ചെറിയ മീനിൻ്റെ കുഴിയുണ്ട് അതിന് പുറത്തുണ്ടാക്കിയ ആ താമരക്കുളം വരെ അതിൽ നിന്നുണ്ടാക്കിയ ഗപ്പി മുഴുവൻ പുറത്തേക്ക് ചാടിയിട്ട്. അപ്പോൾ ഈ സൈഡിലൊക്കെ ഉണ്ട് ഈ കിണറിൻ്റെ വക്കിനും എല്ലായിടത്തും പരന്ന് നടക്കട്ടെ ഗപ്പി പരന്ന് നടക്കണം. ഒരു സ്ഥലത്ത് ഒറ്റൊന്നു പോലും അതിലില്ല കേട്ടോ, കാരണം എല്ലാ ഗപ്പിയും പരന്ന് നടക്കണം. ഇതിപ്പോൾ പാപ്പൻ്റെ വീടാട്ടോ, അച്ഛൻ്റെ അനിയൻ്റെ വീടാണ്. അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിൽ ഞങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ ഈ ലെവലിലേ വെള്ളം കാണുള്ളൂ. ഞങ്ങൾ പിന്നെ രാത്രി ആയി കഴിഞ്ഞപ്പോഴൊക്കെ വെള്ളം പൊന്തി ഏതാണ്ട് ഈ 2 തറൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് വെള്ളം അത്രയ്ക്ക് പൊന്തി കിട്ടോ പെട്ടെന്ന്. കാരണം വെള്ളം മഴ പെയ്തതിനും വെള്ളം ആവശ്യത്തിന് നല്ല പൊന്തുണ്ട് അവിടെ, പ്രതീക്ഷിക്കാതെ അത്രയും പൊന്തുണ്ട് കേട്ടോ ആ വെള്ളം. നമ്മളെന്ന് വിചാരിച്ച് ഈ വേലിയേറ്റം വേലർക്ക് അങ്ങനെയുള്ള ലെവലിലാണോ എന്താണെന്നറിയില്ല, എന്തായാലും വെള്ളം നല്ല കയറുന്നുണ്ട്, പ്രതീക്ഷിക്കാതെ നല്ല കയറുന്നുണ്ട് കേട്ടോ അവിടെ. പിന്നെന്താ വെച്ചാൽ അതിലിടയ്ക്ക് പാപ്പൻ്റെ അടുത്ത വീട്ടിലത്തെ കാക്കിയും കൂടി അവർ ഇതേമാതിരി വല സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനവിടെ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. കാരണം എന്താ വെച്ചാൽ എന്താണെന്നറിയില്ല, വല നല്ല തണ്ടടി വല ഉണ്ടായിരുന്നു അവിടെ. തണ്ടടി വലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അടുത്ത വീട്ടിലത്തെ കുട്ടികളായിട്ട് രണ്ടാളും. തൊട്ടടുത്ത വീട്ടിലത്തെ ഒന്ന് കുഞ്ഞിട്ടേട്ടൻ്റെ മോളുമാണ്, ഒന്ന് അപ്പുറത്തുള്ള നേരെ ഒരു കാക്കാൻ്റെ മോളുമായിട്ട് നമ്മൾ സ്വന്തം തൊട്ടടുത്തുള്ള വീട്ടിലെ അയൽവാസികളാണ്. കുട്ടികളൊക്കെ ഭയങ്കര ആവേശമായിട്ടാണ് വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്ന ഒരു പുള്ളി. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ വലിയ പ്രശ്നം ഇടങ്ങറടിച്ച പരിപാടികളത്. വെള്ളം കയറി അറിയുമ്പോൾ ആർക്കാരും ബുദ്ധിമുട്ടൊന്നുമില്ല, കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. എന്നാൽ ഒരു കണക്കിന് സങ്കടമാണ് കേട്ടോ എല്ലാ കാര്യം കൊണ്ടും വെള്ളം കയറാറുണ്ടെങ്കിൽ. കാരണം നമ്മളെ മൊത്തത്തിലുള്ള എല്ലാ വെള്ളവും ഒരേമാതിരിയായി, ബാത്റൂം ആയിക്കോട്ടെ കിണറായിക്കോട്ടെ എല്ലാം കൊണ്ടും വെള്ളം ഒരേമാതിരി ആവുന്ന ഒരു സമയമാണത്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സമയം തന്നെ. നമ്മളെ സംബന്ധിച്ച് ഈ പാറപ്പുറത്ത് നമ്മളെ വീട്ടിൽ നിന്ന് ഒരു വെള്ളം കയറിയാലും കുഴപ്പമില്ല കുറഞ്ഞാലും കുഴപ്പമില്ല, കാരണം അതങ്ങനെ ഒലിച്ചു പോകാമെന്നല്ലാതെ ഒരു തുള്ളി വെള്ളം പോലും അവിടെ നിൽക്കൂല കേട്ടോ, കാരണം അത്രയ്ക്ക് കണ്ടീഷനാണ്. അങ്ങനെ ഇരിക്കുന്നത് നമ്മളത് പാപ്പനും ചെറിയമ്മയൊക്കെ അവിടെ ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ കാര്യത്തിലൊന്നും പറയണ്ട, ഭയങ്കര കഷ്ടപ്പാട് തന്നെയുണ്ട്. ഈ ഒരു സമയമായി കഴിഞ്ഞാൽ ആർക്കായാലും ഭയങ്കര ദുരിതാട്ടാം. നമ്മളെ പുതിയ കുടിയിരുന്ന വീട്ടിലെ കാക്കയാണ് കേട്ടോ. അവർക്കെന്താ വെച്ചാൽ ആ തെങ്ങിൻ്റെ 3 തെങ്ങ് നിൽക്കുന്ന ആ ഭാഗത്താണ് ഇനി വല ഇടാനുള്ള കേട്ടോ. അപ്പോൾ ഇവര് കൊള്ളിയൊക്കെ സെറ്റ് ചെയ്ത് അവിടെ കൊണ്ട് കുത്തി റെഡിയാക്കിയതിൻ്റെ ശേഷം വേണം പോയിടാന്ന് വിചാരിച്ച്. അങ്ങനെ വല ഭയങ്കര കെട്ടി കുടുങ്ങിയ വല കേട്ടോ. തണ്ടാടി കുറേ കാലം മുന്നേ ഉപയോഗിച്ച് സൈഡാക്കി വെച്ച വലയാണ് കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചു എന്നല്ല, അങ്ങനെ ഞാൻ സഹായിച്ചു കൊടുത്തു. എന്നെ കൊണ്ട് കഴിയണമാതിരി എനിക്ക് ഈ സാധനം കൂട്ടിയാൽ കൂടുതലെങ്കിൽ ശരി, സാധാ വലയൊക്കെ നമ്മൾക്ക് കഴിയണമാരൊക്കെ നമ്മൾ ചെയ്യും കേട്ടോ. അതേമാതിരി വീശുവല അങ്ങനത്തെ വലകളൊക്കെ നമ്മളെ വീട്ടിലുണ്ട്. അങ്ങനത്തെ വലകൾക്കൊരു പ്രശ്നമില്ല കേട്ടോ. 2 വീശുവലുണ്ട്, പിന്നെ ഒറ്റയിലുണ്ട്, എല്ലാ പുഴയ്ക്ക് പറ്റിയ ഐറ്റംസും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത വീട്ടിൽ. കാരണം നമ്മളൊരു കാലത്ത് മീൻ പിടിക്കാൻ പോയിരുന്ന ഒരാളായതുകൊണ്ട് എല്ലാം ഉണ്ട് കേട്ടോ വീട്ടിൽ. അങ്ങനെ വെള്ളം കൂടുന്ന സമയത്താണ് ഇവർക്ക് ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യം വരുന്നത്. കാരണം വീട്ടിലുള്ള സാധനമൊക്കെ ഒക്കെ റെഡിയാക്കി ഇങ്ങനെ സെറ്റാക്കി കഴിഞ്ഞാൽ അവിടെ പുഴേൻ്റെ അവിടെയൊക്കെ തണ്ടാടിയൊക്കെ ഇടാമെന്നുള്ള പ്രതീക്ഷയാണ്. കാരണം വലയ്ക്ക് ഒരു നുരുമ്പലുണ്ട് കേട്ടോ. ഈ വലയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള വല ഒന്നുമല്ല, കുറച്ചൊരു നുരുമ്പൽ വന്ന വല കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊരു പരാജയം ഉണ്ടാവാനുള്ള സാധ്യത 100% കൂടുതലാണ്. അങ്ങനെ ആദ്യമേ അത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകമായിക്കിട്ട് അതിൻ്റെ അടുത്ത് നിൽക്കലും ഇതാക്കലും ഒക്കെ കൂടി ആയപ്പോൾ തന്നെ മനസ്സിലായിന്. കാരണം ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തില്ല. അങ്ങനെ കുറേ ഈ വലമ്പ് നമ്മൾ കുറേ കഷ്ണം കിട്ടാനുള്ള കോലത്തിൽ നമ്മൾ വലിച്ചെടുത്തു. പിന്നെ നല്ല ഒരുവിധം ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി. പിന്നെ കുറേ കഷ്ണങ്ങളൊക്കെ കൈമൊന്ന് വലിച്ച് റെഡിയാക്കി എടുത്തിട്ടാ. കൂടുതലായിട്ട് വലിച്ച് റെഡിയാക്കാൻ ഇതൊക്കെ എല്ലായിടത്തും പൊട്ടിയിരുന്നിട്ട് അടക്കി പൊട്ടിയിരുന്നിട്ടാ. ഓട്ടയും പൊത്തും മടയും ഒക്കെ കൂടിയുണ്ട്, എല്ലായിടത്തും ഉണ്ട് കേട്ടോ. പരക്കെ പൊട്ടി കിടക്കുന്ന ഒരു വലയിട്ടത്. അവരുടെ ഉദ്ദേശം എന്താ വെച്ചാൽ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് സെറ്റാക്കി ഇടുക എന്നുള്ളതാണ്. കാരണം അത്രയ്ക്കാണ്ട് കണ്ടീഷനുള്ളൊരു വല അല്ലാത്തതുകൊണ്ട് പിന്നെ അതിന് കൂടുതൽ മെനക്കെടാറ്റില്ല. ഇവർ എന്തായാലും ഒരു 3 ആൾ കാര്യമായിട്ട് നല്ല ഉഷാറായിട്ട് തന്നെ മെനക്കെടുന്നുണ്ട് കേട്ടോ. അവിടെയുള്ള പട്ടികയും കൊള്ളിയും കാര്യങ്ങളൊക്കെ തിരഞ്ഞ് കണ്ടുപിടിച്ച് സെറ്റ് ചെയ്ത് ഇനി എന്താ വെച്ചാൽ അവിടെ പോയിട്ട് പാപ്പൻ്റെ കയ്യിൽ പട്ടിയും കൊള്ളിയൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് പോയിൻ്റെ നടക്കെ കൊണ്ടുപോയി കുത്താളാട്ടത്. മീൻ പൊതുവെ നല്ല മീനുള്ള ഇതാണത്, നല്ല മലാനും കാര്യങ്ങളും അത്യാവശ്യം മീൻ കിട്ടുന്ന ഒരു സ്ഥലമാട്ടത്. മീനില്ലാത്തൊരു ഏരിയ ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ വേലിയേർക്കൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഇതേപോലെ ഞങ്ങൾ വെള്ളം വറ്റി കിടക്കുന്ന സമയത്തൊക്കെ പോയപ്പോഴൊക്കെ നല്ല മീനുണ്ട്, മാലാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മീൻ ഉണ്ടായിരുന്നിട്ട് അവിടെ. അപ്പോൾ ഈ അസംഗമൊക്കെ നല്ല ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഉഷാറായിട്ട് മീൻ പിടിക്കാനും ഇതിനൊക്കെ ഭയങ്കര ആവേശമുള്ള ആളുകളാട്ടോ അവരെല്ലാവരും. അതേമാതിരി നമ്മളെ ആ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ കാക്കുണ്ട്, എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ടാട്ടോ. അതേമാതിരി ഇവരിതേമാതിരി ഈ പുഴയിൽ അല്ലെങ്കിൽ ഈ ഒഴുക്കിൽ വന്ന തേങ്ങയും കാര്യങ്ങളൊക്കെ എല്ലാവരും കളക്ട് ചെയ്ത് പെറുക്കി വെച്ച് വീട്ടിലത്തെ ആവശ്യത്തിന് ആട്ടാനും ഇതിനൊക്കെ ആയിട്ട് എടുക്കലാട്ടോ ചെയ്യൽ ഇവർ.
എന്താ വെച്ചാൽ ഈ സമയത്ത് തേങ്ങ കുറേ ഒഴുകി വരും അവിടെ നിന്നും വന്നൊക്കെ വെള്ളം ഇങ്ങനെ മുട്ടി നിൽക്കുന്ന സമയത്താണ് തേങ്ങ കുറേ കിട്ടല് കേട്ടോ. ഇവരെ കൊണ്ട് കഴിയണവർ എല്ലാവരും പെറുക്കി വയ്ക്കും കേട്ടോ. ഇന്ന ആളതൊന്നുമില്ല, കാരണം ഒക്കെ ഇത് ഒഴിച്ചു പോകല്ലേ, പുഴയിൽ പോണ സാധനമല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവർക്കും കിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ ഈ നേരെ കാണുന്ന വീട്ടിൽ മൊത്തം വെള്ളം കയറിയിട്ട് അവർ ഇതേമാതിരി ഉള്ളിലേക്കൊക്കെ വെള്ളം കയറാനുള്ള കണ്ടീഷനായപ്പോൾ അവർ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും വീടൊക്കെ പൂട്ടി ഒഴിവാക്കി പോയിട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇറക്കി കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമായിട്ട് അവർ തിരിച്ചു വരുള്ളൂ. അങ്ങനെ ഈ തെങ്ങിൻ്റെ അപ്പുറത്താണ് ഇവർ കൊള്ളി അടിച്ചും കാണിഞ്ഞ് വല ഇടാനുള്ള കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത്തലെത്തുമ്പോഴേക്കിന് എങ്ങനെയായാലും ഇത് വല സെറ്റാകും. മൂപ്പര് ഇതേമാതിരി പുഴയിൽ കൂടി നീന്തി അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പുഴ എന്നല്ലത് പാടം പുഴയും പള്ളികളൊക്കെ മാരത്തൊരു സ്ഥലമാണിത്. കാരണം അരക്കൊപ്പം ഇപ്പോൾ ഇവിടുന്ന് തന്നെ വെള്ളമുണ്ട്. ഞാൻ അങ്ങോട്ടൊക്കെ കൊണ്ടിടത്തോളം കഴുത്തിനൊപ്പം വെള്ളം ഉണ്ടാവും അങ്ങോട്ടൊക്കെ ആ ഭാഗത്ത് കേൾക്കുന്നത് വെച്ചാൽ. കാരണം കൂടുതലായിട്ടും നല്ല വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ അവിടെ. ഉപ്പുവെള്ളമൊക്കെ കയറേണ്ട ഒരു സമയം ഉണ്ടാകലുണ്ട് ഈ വെള്ളത്തിലിട്ട്. നമ്മുടെ എപ്പോഴും പല സമയത്തൊക്കെ നമ്മൾ വരുന്ന സമയത്തൊക്കെ അതിൽ നല്ല ഉപ്പുവെള്ളം കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഉണ്ട്, നമ്മളെല്ലാവരും കുട്ടി ആദ്യം മോനും ഞാനൊക്കെ അവിടെ ഉണ്ട് കേട്ടോ, സെറ്റായിരിക്കുകയാണ്. അതെങ്ങനെയൊക്കെയാണെന്നുള്ള ഇപ്പം തന്നെ എന്തായാലും വല കുത്തി കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒന്നും കിട്ടില്ല എന്ന് നമുക്കറിയാം. വല കുത്തി സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നേരം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ കുത്തി കഴിഞ്ഞാൽ നാളെ രാവിലെയൊക്കെ ആവും ചിലപ്പോൾ നോക്കണം എന്നുണ്ടെങ്കിൽ കേട്ടോ. അല്ലാതെ ഒന്നും നോക്കിയാവില്ല കേട്ടോ. വലയൊക്കെ ഇത് സെറ്റാക്കി വെച്ചിരിക്കണ്. ഇനി അടുത്തത് വല കൊണ്ടുപോയിട്ട് ഇനി വെക്കാന്നുള്ള പരിപാടി കേട്ടോ. അവിടെ കൊണ്ടുപോയിട്ട് ഫുള്ള് കൊള്ളി നാട്ടി ഇപ്പോൾ വന്നൊരു മൊത്തത്തിൽ അലകൊക്കെ ചുറ്റി വന്ന് തറച്ചുണ്ടാക്കി വന്ന് ഇനി വലറ്റ് ഇവിടുന്ന് പോവാച്ചിട്ടുള്ള കണ്ടീഷനാട്ടോ. വല എന്തായാലും അത്ര ക്വാളിറ്റി ഉള്ള വല ഒന്നും അല്ലാത്തതുകൊണ്ട് ഒരു വലിയ പ്രതീക്ഷ ഒന്നും വേണ്ടാന്നുള്ളതിന്. മിക്കവാറും ചേരും പാമ്പും ജന്തുക്കളൊക്കെ തന്നെ കുടുങ്ങുള്ളൂ. കാര്യമായിട്ട് മീനായ്മ കിട്ടൽ കുറവാണ്, കാരണം വലയൊക്കെ നൊരുമ്പിക്കും. അപ്പോൾ വലയൊക്കെ സെറ്റാക്കി ഒരു പുഴയിലൊക്കെ കൊണ്ടുപോയിട്ട് ആ വെള്ളത്തിലൊക്കെ കൊണ്ടുപോയിട്ട് വന്നിട്ട് എല്ലാവരും കൂടി പോയി കുത്തിയൊക്കെ റെഡിയാക്കി വന്നിട്ടാ. കാരണം ആ തലയ്ക്കലാണ് ഇട്ടവർ. നല്ല എന്തായാലും പ്രതീക്ഷ ഉണ്ട്, കിട്ടുമെന്ന് നോക്കുമ്പോൾ ഏതായാലും അങ്ങനെ ഇരിക്കത്തപ്പം നമ്മളെ അളിയനും വന്നു, അമ്മയും വന്നു. പിന്നെ തൊട്ടടുത്ത് അവിടെ നിന്ന് കൈജാത്ത വന്നില്ല, കൈജാത്തിൻ്റെ ഇപ്പോൾ അവിടെ. പിന്നെ ഞാൻ അവിടെ കണ്ടൊരു കാഴ്ച എന്താ വെച്ചാൽ കിണറിനും മേലെ ഭൂമിക്കും മേലെ വെള്ളം കിണറിൻ്റെ മുകളിൽ കൂടി കണ്ട് ചാടുന്നൊരു കാഴ്ചയിട്ടാണ് കണ്ടത്. അത് വല്ലാത്തൊരു ഇത് തന്നെയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടെ എല്ലാ കിണറിനും ആ പരിസരത്തുള്ള എല്ലാ കിണറിനും ഭൂമിനേക്കാളും മേലെയാണ് വെള്ളം കിടക്കുന്നത് കേട്ടോ. ഇപ്പോൾ കണ്ട ഈ കിണറ്റിൽ നിന്ന് തന്നെ നോക്കുകയാണെങ്കിൽ വെള്ളം പുറത്ത് കൂടി ചാടണം നോക്കുകയാണെങ്കിൽ അതാ മുകളിലെത്തിന് അടച്ചതിൻ്റെ അടുത്ത് വരെ എത്തിക്കണം കേട്ടോ ആ കിണറ്റത്തെ വെള്ളം. അതേമാതിരി പാപ്പൻ്റെ വീട്ടിലത്തെ കിണറിൻ്റെ അവസ്ഥ തന്നെ കേട്ടോ. കാരണം എന്താ വെച്ചാൽ നിലത്തിനേക്കാളും മേലെയാണ് വെള്ളം കിടക്കുന്നത്. നമ്മൾ വിചാരിക്കും വെള്ളം ഒരേ നിരപ്പും നിലവും വെള്ളം ഒരേ മാതിരി തന്നെയാണെന്ന് വിചാരിക്കും. ആവുന്നല്ല കേട്ടോ. അത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലത്തിനേക്കാൾ ഒരു 2 അടി പൊന്തിയിട്ടാണ് വെള്ളം കിടക്കുന്നത് കേട്ടോ. അവരാ ഭാഗത്തൊക്കെ ഇവിടെ ഒട്ടുമിക്ക വീട്ടിലത്തെ കിണറും അത് തന്നെ കേട്ടോ സ്ഥിതി. നമ്മളെ വീട്ടിലത്തെ സ്ഥിതി അവിടെ വീട്ടിലത്തെ കിണറൊക്കെ സ്ഥിതി അത് തന്നെ സ്ഥിതി കേട്ടോ. ഒക്കെ പൊന്തിയിട്ടാണ് കിടക്കുന്നത് കേട്ടോ. പിന്നെ കുഞ്ഞുട്ടേട്ടൻ്റെ വീട്ടിലത്തെ കിണർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അതെന്താ വെച്ചാൽ ആ കിണറ്റിലെ വെള്ളം കിടക്കേണ്ടത് ഏറ്റവും മുകളിലാട്ടോ. നല്ല തെളി വെള്ളമാട്ടോ. എല്ലാ കിണറ്റിലും നല്ല തെളിവെള്ളമാണ്, നല്ല സൂപ്പർ തെളിവെള്ളമാട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും അളിയനും കൂടി കാറ് കൊണ്ടുപോയിട്ട് വെച്ചിട്ട് ഞങ്ങൾ പോയിട്ട് മേലേക്ക്. അപ്പോൾ ആദ്യമോനും അമ്മയും കൂടി അവിടുന്ന് വെള്ളത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇറങ്ങിയപ്പോൾ അങ്ങനെ മറ്റാളുമ്പോൾ പോകുന്നുണ്ട് വെള്ളത്തേക്ക് നീന്താനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ അത് വെള്ളത്തേക്ക് ഇറങ്ങി കളിക്കാൻ ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ. പിന്നീട് അത് കൗതുകം വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്, കൗതുകം കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ. അച്ഛമ്മ അവിടെ ഇരിക്കേണ്ടത്. അച്ഛമ്മ ഇപ്പോൾ ഈ സമയമായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ്. കാരണം വെള്ളം കയറി കഴിഞ്ഞാൽ അച്ഛമ്മയ്ക്ക് നടക്കാനും പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അച്ഛമ്മ പറയുന്നത് എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോകണം, ഇനി വെള്ളപ്പം എന്താ ചെയ്യും, ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ എങ്ങനെ പോകാനാന്നുള്ളൊരു പ്രതീക്ഷയിലായിട്ടാണ് അവിടെ നിൽക്കുന്നത്. എന്തായാലും വെള്ളം കുറഞ്ഞിട്ടേ സന്തോഷം. ഈ വെള്ളം കൂടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും വീട്ടിൽ നിന്ന് പോകേണ്ട അവസ്ഥയൊക്കെയാണ് പോകുന്നത് കേട്ടോ. അച്ഛമ്മയ്ക്ക് നടക്കാനും കാര്യങ്ങളൊന്നും വയ്യാത്ത ഒരാളാട്ടത്. നമ്മൾ വന്നപ്പോൾ ഈ മുറ്റത്തിൻ്റെ ഈ ലെവലിലുള്ളതിന് വെള്ളം കേട്ടോ. ഇത് ഏരിയാണിക്കേ ഉള്ളതിന് മുറ്റത്ത് വെള്ളം തന്നെ കേട്ടോ. പിന്നീട് കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഓരോ മണിക്കൂറുകൾ തോറും കൂടി വരാമെന്നല്ലാതെ കുറയുന്നില്ല കേട്ടോ. വെള്ളം നിരന്തരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് കയറുന്ന പോലെ തന്നെ കയറുന്നുണ്ട്. വെള്ളം നല്ല അടിച്ച് കയറുന്നുണ്ട്, ഒരു കുറവുമില്ലാതെ. അപ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചു മിക്കവാറും ഇന്നല്ലെങ്കിൽ നാളെ അവിടുന്ന് കെട്ടുംപാട്ടൊക്കെ എടുത്ത് പോകേണ്ടി വരും എന്നുള്ളൊരു ബുദ്ധിമുണ്ടായിരുന്നു. പക്ഷേ ഒന്നും പഠിച്ചോണ്ടേ കുരുത്തം കൊണ്ട് അങ്ങനെയൊന്നും വന്നില്ല. കാരണം ഇപ്പോൾ വെള്ളം ചെറിയൊരു അമർച്ച കാണുന്നുണ്ട് കേട്ടോ വെള്ളം. കാരണം അത് നമ്മൾ വെള്ളം തീയൊന്നും ഇപ്പം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത സംഗതികളല്ല ഇത് രണ്ടും. അപ്പോൾ ഇത് എത്രത്തോളം പൊന്തും എത്രത്തോളം താവും എത്രത്തോളം വരുമെന്നൊന്നും ഇപ്പം നമുക്ക് അറിയാൻ കഴിയില്ലത്. അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം വന്നുകൊണ്ടേ ഇരുന്നിട്ട് അവിടെയുള്ള അങ്ങനെ മറ്റാൾ ആ വെള്ളത്തിൽ ചാടി കുളിക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടാണ്. വെള്ളത്തിൽ ചാട്ടം തുടങ്ങി, ഇരുത്തം തുടങ്ങി, അങ്ങനത്തെ പരിപാടികളൊക്കെ തുടങ്ങി. ഇനി പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള നമുക്ക് മനസ്സിലായപ്പോൾ പിന്നെ പതുക്കെ ഇങ്ങനെ പിന്നെ ആത്മാർത്ഥത കൂടി 2-3-4 ഡ്രസ്സ് ഉണ്ടായിരുന്നു തോന്നിട്ട്. അതിൻ്റെ 3-4 ഡ്രസ്സോളം നനച്ചായി തന്നെ നനച്ചിട്ടാണ് പിന്നെ അവിടെ എത്തിയിട്ടാ. അങ്ങനെ ആദ്യമോൻ്റെ ആവേശം അതിരി കിടന്നുകൊണ്ടേയിരിക്കട്ടെ. കാരണം സമയം ഒരുപാട് വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഇരുട്ടാവാനൊക്കെ ആയി തുടങ്ങിയിട്ട് ഞങ്ങൾ ഏതാണ്ട് എത്തി. കുറേ കഴിഞ്ഞ് വെള്ളം കയറുന്നതൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. സെക്കൻഡുകൾ വെച്ചാണ് വെള്ളം ഇങ്ങനെ കയറി ഇങ്ങനെ വരുന്നത് കേട്ടോ.
കാരണം എന്താ വെച്ചാൽ പിന്നെ അത് കഴിഞ്ഞപ്പോൾ രാത്രി ആയപ്പോഴും നമ്മൾ പ്രതീക്ഷയിൽ ഞാനൊരു മാർക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു കൊള്ളി കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ആ കൊള്ളി കുത്തി വെച്ചതിനനുസരിച്ച് അവിടെ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ പോകട്ടെ. വെള്ളം പ്രതീക്ഷിച്ചതിലപ്പുറമാണ് വെള്ളത്തിൻ്റെ വരവ് കിട്ടുക. കാരണം സെക്കൻഡ് കളിച്ച് ഇങ്ങനെ കയറുന്നതുകൊണ്ട് ഒരു ഐഡിയയും കിട്ടാതെ വരിക കേട്ടോ. പിന്നെ മുറ്റൊക്കെ പുതർന്ന് കിടക്കട്ടെ. നമ്മൾ വന്നപ്പോൾ സ്കൂട്ടി അവിടെ കിടക്കേണ്ട സ്കൂട്ടി നല്ല മീനുണ്ട് കേട്ടോ. പാരൽ പൊടി മീനുകൾ നല്ല ഉണ്ട് കേട്ടോ നമ്മുടെ വെള്ളത്തിൽ. കാരണം ഒരുപാട് കാണുന്നുണ്ട്, 1 2 1 ഈ നല്ല തെളിയായപ്പോൾ മുറ്റത്തിൽ വെള്ളം ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുക കേട്ടോ. കലങ്ങിയ വെള്ളം നല്ല തെളിവെള്ളം കേട്ടോ. ഈ തെളിവെട്ടത്തിൽ നല്ല പൊടിപ്പാരലാൾ നല്ല ഇറങ്ങിയിട്ടുണ്ട്. നല്ലോണം ഉണ്ട്, അത്യാവശ്യം കുറച്ച് 1 2 ഒന്നുമില്ല കേട്ടോ. പിന്നെ പോരാത്തിന് എന്താ വെച്ചാൽ നമ്മൾ അപ്പൂൻ്റെ മീനും ഉണ്ട് കേട്ടോ. ഇതിൽ അപ്പൂൻ്റെ മീനും കുറേ ഇതിനുള്ളിൽ ചാടിയതുണ്ട്, അതും ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. അങ്ങനെ അത് നമ്മൾ രാവിലെ പിടിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ തെളിച്ചില്ലാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റില്ല. കാരണം വെള്ളം സെക്കൻഡ് വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനൊന്നൊരു കമ്മി വരുന്നില്ല കേട്ടോ അവിടെ. കാരണം ഇപ്പോൾ ഇത് എവിടെ നിന്നൊക്കെയാണെന്ന് അറിയില്ല. അങ്ങനെ ഇരിക്കും നല്ല മഴ വീണ്ടും പെയ്തിട്ടാണ്. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഇപ്പോൾ മുന്നിൽ തർപ്പായതുകൊണ്ട് അതിൻ്റെ ഭാഗം ഒഴിവാക്കിയിട്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം എങ്ങനെ ആയാലും ഇതിനൊരു കുറവും വരുന്നില്ല കേട്ടോ. മഴ ഒന്നരാടം പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി മഴ പെയ്തിട്ടില്ലെങ്കിലും വെള്ളം കയറിയതിൽ അതിനൊരു കുറവില്ല കേട്ടോ. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. രാത്രിയായപ്പോൾ ഞങ്ങളൊന്ന് വരുത്ത് പുറത്തിറങ്ങി നോക്കിയിട്ട് പാപ്പൻ്റെ വീട്ടിലും കാര്യങ്ങളൊക്കെ അവിടെ തൊട്ടടുത്തൊക്കെ ഒന്ന് പോയി നോക്കിയാണ്. വെള്ളത്തിൻ്റെ സ്ഥിതി എന്താ അവർ എന്തൊക്കെ സ്ഥിതി എന്നറിയില്ലല്ലോ. അപ്പം ഒന്ന് ഇറങ്ങി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവിടെ എന്താ വെച്ചാൽ എല്ലായിടത്തും വെള്ളം കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഒരു കുറവും വരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, പാപ്പൻ്റെ വീട്ടിൽ മീനൊക്കെ ഉണ്ട്, ഫൈറ്ററും കാര്യങ്ങളും കുറേ മീൻ ഇട്ട കണ്ടമാനം. അപ്പോൾ എല്ലാവരും നല്ല സേഫ് ആയിരിക്കുക. വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റായി. ചെറിയമ്മൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ചെറിയമ്മ പറഞ്ഞു അവിടുത്തെ വാഷിംഗ് മെഷീൻ വെള്ളത്തിലായിട്ട് തുടങ്ങി. ഏതാണ്ട് വെള്ളം ഇതിന് അടിയിലൊക്കെ അതിൻ്റെ ലാൻഡിങ് സ്റ്റെപ്പൊക്കെ വെള്ളം എത്തിയിട്ടാണ്. ഇനി കുറച്ചും കൂടി കയറി കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് കൂടി കഴിഞ്ഞാൽ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറി എന്നുള്ള കണ്ടീഷനായപ്പോൾ ചെറിയമ്മ പറഞ്ഞു നമുക്കത് ആ വാഷിംഗ് മെഷീൻ ഒന്ന് ഉള്ളിക്കൊണ്ട് വെച്ചു. ഞാൻ അവന് കുഴപ്പമില്ല ഇപ്പോൾ കൊള്ളിക്കൊണ്ടിരിക്കണം. അങ്ങനെ പാപ്പനും വന്ന് പാപ്പനെ വിളിച്ചവർ രണ്ടാളും കൂടി തന്നെ കൊണ്ടുവച്ചത്. കാരണം എന്താ വെച്ചാൽ വലിയ വെയിറ്റ് ഒന്നുമില്ല. ഈ ഓട്ടോമാറ്റിക് അല്ലല്ലോ, മാനുവലായിട്ടുള്ള വാഷിംഗ് മെഷീനല്ല. വലിയ വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്ലാസ്റ്റിക് ടൈപ്പ് ഫൈബർ ബോഡിയിൽ വരുന്നത്. അങ്ങനെ അവരെ അതിൻ്റെ കിച്ചൻ്റെ ഉള്ളിൽ ഒരു സൈഡിലൊരു ചെറിയ സ്റ്റോർ റൂം മാരത്തെ അറയുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റോർ റൂം മാരത്തെ അറയിലാട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ എന്താ വെച്ചാൽ ഇനി യൂസിങ് ഒക്കെ തന്നെ വെള്ളം ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്യുള്ളൂ. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് എല്ലായിടത്തും അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ വേറെടുത്തിട്ടോ ഞങ്ങൾ. അങ്ങനെ ഇരിക്കുക പാപ്പന് അവിടെ നിന്ന് പെട്ടെന്ന് ഇതേമാതിരി തോണി ഉണ്ടാക്കി കൊടുക്കും. ഒരു തോണി ഉണ്ടാക്കി വെറുതെ അങ്ങനെ ഇരുന്നപ്പോൾ തോണി ഉണ്ടാക്കി കാണിച്ചു കൊടുത്താണ്. പിന്നെ വൈകുന്നേരം പിന്നെ രാത്രി ഫുള്ള് തോണി ഉണ്ടാക്കില്ല എന്നിട്ട് പണിയിട്ടാണ്. പിന്നെ തോണിയുമെന്ന് നീച്ചിട്ടില്ല. ഓന് പിന്നെ തോണി ഇങ്ങനെ സെക്കൻഡുകൾ വെച്ച് തോണി ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കണം. കാരണം ഓരോന്നോരോന്നേ നമ്മളൊരു തോണി ഉണ്ടാക്കും, അതുകൊണ്ടേ വെള്ളത്തിലിടും. പിന്നെ അടുത്ത തോണി ഉണ്ടാക്കും, അതുകൊണ്ടേ വെള്ളത്തിലിടും. പിന്നെ അങ്ങനെ ഫുള്ള് തോണി മതി. പിന്നെ വേറെ ഒന്നും വേണ്ടാന്നുള്ള കണ്ടീഷനായിട്ട് അവിടെ. കാരണം പിന്നെ ചെറിയ തോണി കൊടുത്ത് പിന്നെ വലിയ തോണിയായി. വലിയ തോണി അങ്ങനെ തോണി മാറി വരിക. അവനങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം വെള്ളപ്രധാനം മുറ്റത്തിനൊപ്പം വെള്ളമായില്ല പോൽക്കൊക്കെ. കാരണം ഈ ഒരു സമയമാകുമ്പോൾ വലിയൊരു പ്രതിസന്ധിയാണ് എല്ലാവർക്കും ജീവിച്ച് പോകാൻ. മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഈ പുഴയും പാടം വെള്ളവും തോടും കുളവും കിണറൊക്കെ ഒരേമാതിരി ആകുമ്പോൾ തന്നെ നമ്മളെ ജീവിതത്തിൽ നമ്മളെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ തെറ്റൂലേ. കാരണം അപ്പോൾ അതാണ് ഇപ്പോൾ ആ ഒരു ഏരിയയിൽ അവരൊക്കെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ. കാക്ക പഴയ മുറ്റല്ല, ഇത് മുങ്ങി പോവും. ഇനി അനക്ക് മുങ്ങാനുള്ള വെള്ളമുണ്ട്. അങ്ങോട്ട്
പോയിക്കോളൂ. ആ കുട്ടീനെ പിടിച്ചോളി. ചെറിയ തോന്നാണ് വലിയ മീനാ. ഞങ്ങൾ കുറേ നേരം തോണിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി. പാപ്പം കുറേ വലിയ തോണിയൊക്കെ സെറ്റ് ചെയ്ത് തന്നു. അതിമോനെ അങ്ങനെ മുറ്റം നിറച്ച് തോണിയായിട്ട് ചെറുതും വലുതും കാരണങ്ങളായിട്ട് ഒരുപാട് തോണി ഞങ്ങൾ ഇന്ന് വിട്ടിട്ടോ. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവിടെ വെള്ളം കണ്ടപ്പോൾ നമുക്കൊരു കൗതുക. ചെറുപ്പത്തിലൊക്കെ നമ്മൾ വെള്ളക്കെട്ട് കാണുമ്പോഴൊക്കെ നമുക്കൊരു ആവേശമല്ലേ. ഇതേമാതിരി തോണി വിടാനും വിട്ട് കളിക്കാനൊക്കെ ഒരു പ്രത്യേകതരൊരു ആവേശമായതുകൊണ്ടല്ലോ ഇപ്പോൾ നമ്മൾ സാധാരണ കളിക്കൽ. അപ്പോൾ എന്താ വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ നാളെ ഏതായാലും ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇട്ടാച്ചിട്ട് ഇങ്ങനെ ഇതൊക്കെ കൂടി ലെങ്ത്ത് കൂടുതലായത് കാരണമാണ് ഇത് സെപ്പറേറ്റ് പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഏതായാലും മറക്കില്ലേ. അപ്പോൾ വെള്ളം കയറുന്നതിന് ഒരു കുറവില്ല കേട്ടോ. വെള്ളം ഒന്നരാടം കയറിക്കൊണ്ടേനെ ഇരിക്കുക കേട്ടോ. സെക്കൻഡ് വെച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു കമ്മിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെള്ളത്തിന് തീനൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.